ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധിയോട് ഒരു സത്യവാങ്മൂലം നൽകാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. അതിനിടെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനും പ്രചാരണത്തിനുമൊക്കെ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ക്രമക്കേടിലെ വെളിപ്പെടുത്തലിൽ രാഹുൽ ഗാന്ധിക്ക് മൂന്നാം ദിവസവും മറുപടി നൽകാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സത്യവാങ്മൂലം സഹിതം തെളിവുകൾ നൽകിയാൽ പരിഗണിക്കാമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. രാഹുലിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ കൂടുതൽ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ലെങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്നാണ് BJPയുടെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങൾ തേടാം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നം രാഹുൽ ഗാന്ധി പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിന്റെ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു മറുപടിയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നുള്ളതായിരിക്കും യഥാർത്ഥ വസ്തുത. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഒരു കമ്മീഷൻ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും തുടർന്നുള്ള പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും തൗഫീഖ്? ജെൽസി, ഗുഡ് മോർണിംഗ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. രാഹുൽ ഉയർത്തിയ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകാം. ആ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. രാഹുൽ ഗാന്ധിയോട് പരാതി നൽകാൻ ആ സമയം തന്നെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തിയ സമയം തന്നെ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടുകൊണ്ട് പരാതി നൽകണമെന്ന് രാഹുൽ ഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. അത്തരമൊരു പരാതി രാഹുൽ ഗാന്ധി ഇതുവരെയും നൽകിയിട്ടില്ല. താൻ അങ്ങനെ ഒരു പരാതി നൽകേണ്ട ആവശ്യമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള വോട്ടർ പട്ടികയാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്. അത് വീണ്ടും എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രാഹുൽ കൃത്യമായിട്ടുള്ളൊരു പരാതി കമ്മീഷന് നൽകണം. അത് കമ്മീഷൻ നൽകിയ ആ ഫോമിൽ ഒപ്പിട്ട് നൽകിയാൽ മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കമ്മീഷൻ. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ചോദ്യങ്ങൾക്ക് കമ്മീഷന്റെ ഭാഗത്തുനിന്നൊരു കൃത്യമായിട്ടുള്ള മറുപടികൾ ഉണ്ടായിട്ടില്ല. ചില വോട്ടർമാരുടെ പേരുകൾ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ മാത്രമാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. അത് നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ തന്നെ പട്ടികയിൽ നിന്നും ഇല്ലാതാക്കിയ പേരുകളാണ് രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിച്ചത്. അല്ലെങ്കിൽ രാഹുൽ നേരത്തെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളൊരു നിലപാടാണ് കമ്മീഷൻ നിരന്തരമായി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മീഷന്റെ ഈ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഡൽഹിയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നത്. പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതിഷേധമാണ് നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് രാവിലെ തന്നെ ആരംഭിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവുമെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഈ സമരത്തിനോടൊപ്പം കോൺഗ്രസിന്റെ സെക്രട്ടറിമാരുടെ ഒരു യോഗം കൂടി ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുന്നോട്ടുള്ള സമരപരിപാടികൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയായിരിക്കും ഈ യോഗത്തിൽ നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക. കോൺഗ്രസ് എന്തായാലും ഈ ആരോപണം ഇങ്ങനെ ഉന്നയിച്ച് അത് വിട്ടുകളയാൻ ഇതുവരെയും ഉദ്ദേശിച്ചിട്ടില്ല. പകരം ഇതിന്റെ ഫലം കാണുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനിയും നിരവധി തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഈ സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കണം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എല്ലാം ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് BJP കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് BJP ഉന്നയിക്കുന്നത്. കാരണം നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇരുട്ടിൽ നിർത്തുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് നിരന്തരമായിട്ടുണ്ടാകുന്നത്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയതാണ്. എന്നിട്ട് വീണ്ടും രാഹുൽ ഗാന്ധി കള്ളം ആവർത്തിക്കുകയാണ്. രാഹുൽ ഗാന്ധി എത്രയും വേഗം MP സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു കാര്യം കൂടി BJP ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം BJPക്ക് മറുപടിയുമായി ഉടൻ തന്നെ കോൺഗ്രസും രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും ഇന്ത്യ സഖ്യവും ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേർക്കുനേർ നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു.
ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിക്ക് മൂന്നാം ദിനവും ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഇത്രയും മെറിറ്റ് അടിസ്ഥാനത്തിൽ കൃത്യമായ തെളിവുകളോടെ രാഹുൽ ഗാന്ധി വസ്തുതകൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ രാഹുൽ ഗാന്ധിക്കെതിരെ ചില തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പോകട്ടെ എന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തുകയാണ്. BJP സ്വാഭാവികമായും കോൺഗ്രസ് അതിന് മറുപടി കൊടുക്കും. അതിനപ്പുറത്തേക്ക് രാജ്യവ്യാപകമായി ഇത്തരമൊരു വിഷയത്തിൽ കൃത്യമായൊരു പ്രചാരണം നടത്താനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് തൗഫീഖ് അസ്ലം നൽകിയത്.